സെക്കൻഡ് പോലും എടുക്കാതെ 10-700 തീരുമാനങ്ങളെടുത്തു. അത് മുഴുവൻ മോഷണത്തിനായിരുന്നു. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നു പറഞ്ഞാൽ ബാർ കേസ് മുതലുള്ള മോഷണങ്ങൾ, അഴിമതികൾ UDFിൻ്റെ സർക്കാരിൽ ജനം പൊറുതിമുട്ടിയത് കൊണ്ടാണ് എന്നാലും ഇവരൊന്ന് മാറ്റിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമോ ഇപ്പോൾ ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത ഒരു മോഷണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. സ്വർണ്ണമൊക്കെ മോഷ്ടിക്കുന്ന, അത് ഒരു ശബരിമല അമ്പലം മാത്രമല്ല, എത്രയോ അമ്പലങ്ങൾ എന്നുള്ള ദേശീയതയിൽ ഊന്നി ഈ നാട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ശ്രീലേഖയ്ക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറെ വോട്ടുകൾ ശ്രീലേഖയ്ക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. നമുക്കിവിടെ ഒരു വലിയ ഒരു വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം. തുടക്കത്തിൽ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പത്രക്കാരൊക്കെ പറയുന്നുണ്ട് ശക്തരായ എതിരാളികൾ, ത്രികോണ പോരാട്ടം, തീ പറക്കുന്ന പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ആഴ്ചത്തെ നമ്മുടെ പ്രചാരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ 2-3 ദിവസം കൂടെ ബാക്കി നിൽക്കുന്ന ഈ അവസരത്തിൽ ഉറപ്പായിട്ട് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും, വട്ടിയൂർക്കാവിലെ ചിഹ്നം താമര, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി NDA, വട്ടിയൂർക്കാവിലെ MLA ആർ ശ്രീലേഖ. ഇത് നിങ്ങൾ എല്ലാവരും കൂടെ ഉറപ്പാക്കി തന്ന വിജയമാണ്, നാട്ടുകാർ ഉറപ്പാക്കി തന്ന വിജയമാണ്. നന്മ ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ, സമൂഹത്തിന് വികസനം ചെയ്യുന്ന, ജനത്തിന് നന്മ ചെയ്യുന്ന, ആത്മാർത്ഥതയുള്ള സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുക. നിങ്ങൾ മോദിജി തരുന്ന ഗ്യാരണ്ടി പോലെ ഇവിടെ ഞാൻ ഒരു കാൻഡിഡേറ്റ് ഒരു ഗ്യാരണ്ടി തരികയാണ്. ഉറപ്പായും സുസ്ഥിര, അഴിമതിരഹിത, സുതാര്യ വികസനവും ജനങ്ങളുടെയും നാടിൻ്റെയും സുരക്ഷയും നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസ സംരക്ഷണവും കാത്തു സൂക്ഷിക്കുമെന്നും ഒരു താങ്ങായി, തണലായി, തുണയായി, ഒരു അമ്മയായി, സഹോദരിയായി എന്നെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും എൻ്റെ ഉറപ്പ്. ബോലോ ഭാരത് മാതാ കി വന്ദേ മാതരം. നമ്മളിനി റോഡ് ഷോയിലേക്ക് കടക്കുകയാണ്. മുഴുവൻ ബൈക്കുകളും